വല്യപ്പ ആ എവിടെയാണ് ഇജ്ജ് വരുന്നത്? ഇപ്പൊ ഇന്നലെ കുറച്ച് നീറിയും കൊടുന്നീന്ന് അത് തരാൻ വേണ്ടി ഞാൻ പെരയെ കണ്ട് വരികയായിരുന്നു. എന്നാ പോരാ കുടിക്ക് പോവാ നമ്മള്. എന്താ ഇപ്പൊ ചൂട്ട് കാട്ടാൻ പോയിരുന്ന? ചൂട്ട് കാട്ടാനോ? ചൂണ്ടലിട്ടല്ല, പാടത്തുനിന്ന് പിടിച്ചിടുന്നാണ്. അതെന്നാ പൊട്ടാ പറഞ്ഞ ചൂട്ട് കാട്ടാൻ പോയിരുന്ന? അതെന്താ വല്യപ്പ ഈ ചൂട്ട് കാട്ടല്? അത് ഞാൻ പറഞ്ഞ പണ്ട് കാലത്തെ വേറെ ചൂട്ട് കത്തിയിട്ട് ആ വെളിച്ചം കണ്ടിട്ടാണ് ഞാൻ മുടിക്കാൻ പോയിരുന്നത്. ഹംസക്കുട്ടിയെ നമുക്കൊന്ന് ചൂട്ടി നോക്കാൻ പോയാലോ? ചൂട്ടി നോക്കാനോ? ഇന്ന് കർക്കട 28 നീ രാക്കെത്തോട്ടെ. എന്നാലേ ഞാൻ മോനും കൂട്ടിക്കാണ്ട് വേണ്ടി വരാം. പോരഞ്ഞൊരു ഓലൊക്കെ കുറവാണ്, ഇതുള്ളതാണ് മുറിച്ചുകൂട്. ഞാനേ മോനെ കൂട്ടിയിട്ട് വേണ്ടി വരാം. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. കുണ്ടുണ്ടാക്കില്ല. കുണ്ടുണ്ടാക്ക. വെളിച്ചം കണ്ടില്ലടാ? കുന്തങ്കണ്ടത്തിൽ നല്ല മീനാവും. എന്ത് കുണ്ടങ്കണ്ട? പാപ്പാ, ഞാൻ കുന്തങ്കണ്ടം എന്ന് പറഞ്ഞിട്ട് നിങ്ങള് കുന്തങ്കണ്ടം എന്ന് പറയണ്ട, നിങ്ങള് കുന്തങ്കണ്ടം എന്ന് പറഞ്ഞു. കുണ്ടങ്കണ്ടല്ലടാ. കുന്തങ്കണ്ടം. ഹംസക്കുട്ടിയെ എന്നാ പോവാ. എന്നാ പോവാ. കൊട്ടിൽ അല്ല, വട്ടിൽ അന്റെ എടുത്തൂടെ? ആയിക്കോട്ടെ, നാട്ടിൽ നമുക്കവിടെ പോവാ. കുണ്ടണ്ട് കൊണ്ടടാ. കൊണ്ട് ഇതാണ് നല്ല കിടക്കുന്നത് ഒറ്റിക്ക. പാപ്പാ ആ ഒട്ടിലേക്ക് ഞാൻ നോക്കാം. ഓർക്കാ തോർത്താ ഓനൊന്ന് വെച്ചട്ടെ. കൊണ്ടടാ. പോയോ? അപ്പാ ഇത് ഞാൻ കുടിച്ചു. അതും കളഞ്ഞല്ല നമുക്ക്. അല്ലല്ലടാ, ഓൻ ഇനിയും കുടിച്ചോളും. അങ്ങനെ ചൂട്ട് കത്തിച്ച് ആ വെളിച്ചം കണ്ടിട്ടാണ് മീൻ മുടിച്ചിരുന്നത്. അപ്പൊ അതാണല്ലേ ചൂട്ട് കാട്ടിയാണ് മീൻ പിടിക്കാന്ന് പറഞ്ഞാല്. നിങ്ങളെന്തായാലും ഇപ്പൊ കാട്ടണേ? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ചീന ചത്തുക്കുറൊക്കെ പെറുക്കുക ഇട്ടാണ് അത് അസുഖം എന്തെങ്കിലും വരൂലേ? ഇതൊക്കെ തിന്ന് ജീവിച്ചിട്ട് ചുട്ടുന്നിട്ടാ പഴയ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചത്. അറിയാ?
ഇപ്പൊ അയപ്പം ചുട്ടൂടി അയച്ചിണ്ട്. അതന്നെ വേഗം ചുട്ടൂടി. രണ്ട് മക്കൾക്ക് പറ്റുന്നു. രണ്ടാം കൂടെ രണ്ടാക്കും തരാം. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ പഴയ കാലങ്ങള്. ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാണ്ട് ഈ മൊബൈലിൽ കുത്തി ഇരുന്നാലോ നോക്കിയാലൊന്നും അത് പഠിയില്ല. ഇന്നെപ്പോലകത്ത് ആൾക്കാരൊപ്പം കൂടണം, ഞാൻ പഠിയുള്ളൂ. അന്നൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ എത്ര പോലെ റീൽസ് എനിക്ക് എടുക്കായിരുന്നു. അന്ന് മഴ വരണുണ്ട്, ബാങ്ക് പോരെ. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.